കാത്തിരിപ്പിനൊടുവിൽ രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ബ്രഹ്മാണ്ഡ ട്രെയിലർ പുറത്ത്. ഹൈദരാബാദിൽ നടന്ന പരിപാടിയിലാണ് ട്രെയിലർ പുറത്തിറക്കിയത്. SSMB 29 എന്ന് അറിയപ്പെട്ടിരുന്ന ചിത്രത്തിന്റെ പേരും പരിപാടിയിൽ പ്രഖ്യാപിച്ചു. വാരണാസി എന്നാണ് ചിത്രത്തിന്റെ പേര്. തിയേറ്റർ കുലുങ്ങും, ബോക്സ് ഓഫീസിൽ തീ പിടിക്കും, ഇത് ഉറപ്പിക്കാം. തീർച്ചയാണ്, ഇത് 1000 കോടി ഉറപ്പിച്ച ചിത്രം തന്നെ. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന നിമിഷം ഇതാ എത്തിയിരിക്കുകയാണ്. ഇതാണ് ദൃശ്യവിസ്മയം എന്നൊക്കെ പറഞ്ഞാൽ. വാരണാസിയിലൂടെ തെലുങ്ക് സിനിമയിൽ പുത്തൻ പരീക്ഷണവുമായി രാജമൗലി എത്തുമ്പോൾ പിന്നെ എന്ത് വേണം? വരാൻ പോകുന്നത് ദൃശ്യവിസ്മയം എന്ന് ഉറപ്പിക്കാം. ഇത് 1000 കോടി ഉറപ്പിച്ച് തന്നെ എത്തുന്ന പടമെന്ന് പ്രേക്ഷകരും പറയുന്നു. അതെ, ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമായി. തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവും ബ്രഹ്മാണ്ഡ സംവിധായകൻ SS രാജമൗലിയും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ട്രെയിലർ പുറത്തിറങ്ങി നിമിഷം നേരം കൊണ്ടാണ് വൈറലായി മാറിയത്. കാഴ്ചക്കാരെ കൊണ്ട് നിറയുകയാണ് ട്രെയിലർ. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ നടന്ന ഗംഭീര പരിപാടിയിൽ, അതും 50,000-ഓളം കാണികളെ സാക്ഷിയാക്കിയാണ് ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത്. SSMB 29 എന്ന് പേരിട്ടിരുന്ന ചിത്രത്തിന്റെ ഒറിജിനൽ പേരും പരിപാടിയിൽ പ്രഖ്യാപിച്ചു. വാരണാസി, ഇതാണ് ചിത്രത്തിന്റെ പേര്. ദൃശ്യവിസ്മയം എന്നാണ് ട്രെയിലറിനെ ഒറ്റവാക്കിൽ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ വിശേഷിപ്പിക്കാൻ സാധിക്കുക. C512 വാരണാസി കാണിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് 2027 മാറുകയാണ്. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു ചിഹ്നഗ്രഹം കൂടിയുണ്ട്. തുടർന്നിങ്ങോട്ട് അന്റാർട്ടിക്കയിലെയും ആഫ്രിക്കയിലെ വനവും എല്ലാം കണ്ടുപോകുന്നു. BC 7200 ലങ്കാ നഗരവുമുണ്ട് കേട്ടോ. വാരണാസിയിലെ മണികർണിക ഘട്ട് തുടങ്ങിയവയെല്ലാം വിസ്മയ കാഴ്ചകളായി ട്രെയിലറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ബ്രഹ്മാണ്ഡ സംവിധായകൻ. ട്രെയിലറിന് ഒടുവിലായാണ് നായകനെ കാണിക്കുന്നത്. കയ്യിൽ തൃശൂലവുമേന്തി കാളയുടെ പുറത്തേറി വരുന്ന മഹേഷ് ബാബുവിനെയാണ് ട്രെയിലർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം MM കീരവാണിയുടെ മാസ്മരികമായ പശ്ചാത്തല സംഗീതവും കൂടി ചേർന്നപ്പോൾ ആഹാ, എന്തൊരു ഭംഗി! ട്രെയിലർ കാണുന്ന പ്രേക്ഷകരുടെ ആവേശം 10 മടങ്ങ് വർദ്ധിക്കുന്നതാണ് ഓരോ രംഗവും. IMAXിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് സംവിധായകൻ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ആയതിനാൽ തന്നെ തിയേറ്ററുകളിൽ ഗംഭീരമായ കാഴ്ചവിരുന്നാകും ചിത്രമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പല കാലഘട്ടങ്ങളിലൂടെയും വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെയുമാണ് ഈ ചിത്രം പറഞ്ഞു പോകുന്നത്. രാമായണം പോലുള്ള പുരാണങ്ങളും വീഡിയോയിൽ വലിയ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട്. രാജമൗലിയുടെയും മഹേഷ് ബാബുവിന്റെയും ആരാധകർ ഏറെ നാളെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ഇതെന്ന് നാം ഓർക്കണം. പക്ഷേ ചിത്രം കാണണമെങ്കിൽ 2027 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.